Sudarshanan, who was the special secretary to God, to give his address to us. Thank you. പ്രിയമുള്ളവരെ, സുഹൃത്തുക്കളെ, വളരെ വർഷങ്ങൾക്ക് മുമ്പ് നാട്ടിൻപുറത്ത് ഒരു വായനശാല ഉദ്ഘാടനം ചെയ്യുവാൻ ഉണ്ണിമേരിയെ ക്ഷണിച്ചു. ഉണ്ണിമേരിയെ സീനിയേഴ്സ് ഫോറം ആയതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഉണ്ണിമേരി ജ്വലിച്ചു നിൽക്കുന്ന പ്രഭാളികളിൽ ജ്വലിച്ചു നിൽക്കുന്ന കാലത്ത് നാട്ടിൻപുറത്ത് വായനശാല ഉദ്ഘാടനം ചെയ്യാൻ ഉണ്ണിമേരിയെ ക്ഷണിച്ചു. ധാരാളം ആളുകൂടി എന്ന് പറയണ്ടല്ലോ, കണ്ടമാനം ആളുകൂടി, ആബാലവൃദ്ധം ജനങ്ങൾ കൂടി. 5:30 മണിക്ക് മറ്റോ ആണ് ഉദ്ഘാടനം. 3:30 മണി തൊട്ട് ആളുകൾ വരാൻ തുടങ്ങി. വൃക്ഷക്കൊമ്പുകളിലൊക്കെ കയറി ഇരിക്കാൻ സ്ഥലം കിട്ടാത്തതുകൊണ്ട് ഇരിക്കാൻ തുടങ്ങി. അങ്ങനെ ഉണ്ണിമേരിയെ പ്രതീക്ഷിച്ച് ഒരു വലിയ ജനസഞ്ചയം അവിടെ ഇരിക്കുകയാണ്. 5:30 വരുമെന്നാണ് പറഞ്ഞത്. കൃത്യം 5:30, ഷാർപ്പ് 5:30 അനൗൺസ്മെന്റ് വന്നു. ഒരു അറിയിപ്പുണ്ട്. ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നത് ഉണ്ണിമേരി എന്നാണ് നോട്ടീസിൽ അച്ചടിച്ചിരിക്കുന്നത്. അത് ശരിയല്ല, ഉണ്ണിമേശ്ശേരിയാണ്. 36 37 തയ്യലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഉണ്ണിമേശ്ശേരിക്ക് കണ്ഠത്തിന് താഴെ. ഉണ്ണിമേശ്ശേരിയുടെ ഒരവസ്ഥയിലാണ് ഞാനെന്ന് പറയേണ്ടത്. പക്ഷേ അദ്ദേഹം വളരെ വിപുലമായി അത് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ണിമേശ്ശേരിയെ കാണുന്ന പോലെ എന്നെ കാണില്ല എന്നൊരു ധൈര്യമുണ്ട്. കാരണം എനിക്ക് ഒഴിവാകാനാകാത്ത ദീർഘമായ ആത്മബന്ധമുള്ള അഭിവന്ദ്യനായ ജ്യേഷ്ഠ സുഹൃത്താണ് അദ്ദേഹത്തിനോട് പറഞ്ഞത്, ഞാനൊരു കാര്യം ആവശ്യപ്പെടും, ഒഴിയരുത് എന്നാണ്. എന്ത് കാര്യമാണെന്നറിയാതെ തന്നെ സമ്മതിച്ചു. ഇത്രയേ ഉള്ളൂ ഒരു പ്രസംഗം. ഞാൻ വലുതൊക്കെ പ്രതീക്ഷിച്ചു, പലതും പ്രതീക്ഷിച്ചു. പ്രസംഗമല്ലേ വരാമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ്, കൃത്യസമയത്താണ് അദ്ദേഹം 7ാമത്തെ കോളം എന്നെ കാണിച്ചത്. 7ാമത്തെ അല്ലേ, 5ാമത്തെ കോളം. അതായത് നമ്മുടെ ജീവിതത്തിലെ സംഗീതത്തെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്. ഈ ഒരു കാര്യം നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒന്നുകൂടി ആലോചിക്കുമായിരുന്നു. കാരണം സംഗീതം ആയിട്ട് അങ്ങനെ ഒരു കേട്ടിട്ടുണ്ട് എന്നല്ലാതെ, കേട്ടു പരിചയമുണ്ട് എന്നല്ലാതെ, സംഗീതത്തെക്കുറിച്ച് എനിക്ക് അങ്ങനെ ഒന്നും കാര്യമായി പറയാനോ ഒരു പാട്ട് പാടാനോ ഒന്നുമുള്ള അഹങ്കാരമില്ലാത്ത ഒരാളാണ്. ഇപ്പം എല്ലാവരും പാടുന്ന ഒരു കാലമാണ് അല്ലേ? കുട്ടികളും എല്ലാവരും പാടും, നന്നായിട്ട് പാടും. അതാണ്. അപ്പം എനിക്ക് തോന്നി, ഇത്രയും ആളുകൾ, ജനങ്ങൾ മുഴുവൻ പാടുന്ന ഈ കാലത്ത് പാടാതിരിക്കുന്നത് ഒരു ബഹുമതിയായിരിക്കും. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ഇവിടെ സംഗീതത്തെക്കുറിച്ച് സവിസ്തരം പറയണം എന്ന് പറഞ്ഞത്. എൻ്റെ ഓർമ്മയിലേക്ക് വരുന്ന ഇതുപോലൊരു സന്ദർഭം മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ സംഗീതത്തെക്കുറിച്ച് പറയണം. സംഗീതത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞാൽ, എന്തു പറഞ്ഞാലും നിങ്ങൾ സഹിക്കുമെന്ന് എനിക്കറിയാം. കാരണം ഒരു വളരെ പ്രശസ്തമായൊരു ചൊല്ലുണ്ട്, പ്രഭാഷകൻ വജ്രമാണെങ്കിൽ, സ്ട്രോങ് ആണ് ആ കൊട്ടേഷൻ, പ്രഭാഷകൻ വജ്രമാണെങ്കിൽ ആസ്വാദകർ രത്നങ്ങളാണ്. അത് എൻ്റെ കാര്യത്തിൽ വജ്രമാണോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്ക് തീർച്ചയില്ല. പക്ഷെ നിങ്ങൾ രത്നങ്ങളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അത് കേട്ടിട്ട് ആരും കൈയടിക്കാതിരിക്കുന്നത്. രത്നങ്ങൾ തന്നെ. അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞു, സംഗീതത്തെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്. അതിൻ്റെ കൂടെ അന്ന് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥോ വലിയ സംഗീതജ്ഞന്മാരൊക്കെ പങ്കെടുക്കുന്ന, എങ്ങനെയോ അബദ്ധത്തിൽ, അത് നേരിട്ട് വന്നതേന്ന്, ഇതുപോലെ വന്നതല്ല, നേരിട്ട് തന്നെ പേര് വെച്ച് വന്നതാണ്. പക്ഷേ ഞാൻ പറഞ്ഞു,
പഴയൊരു സംഭവം എനിക്ക് ഓർമ്മ വന്നു, അതിനെക്കുറിച്ച് പറഞ്ഞു. ഒരാശുപത്രിയിൽ, പഴയ കാലത്ത് പ്രൈവറ്റ് ആശുപത്രിയിൽ ഒരാൾ അഡ്മിറ്റായി. നടന്നാണ് വന്നത്. പിന്നെ നടക്കാൻ പറ്റാതെയായി, പിടിച്ചു നടക്കലായി, വീൽ ചെയറായി, കിടപ്പായി, വളരെ സീരിയസ് ആയി. അപ്പോൾ കുറേയധികം രൂപയായി ആശുപത്രി. അപ്പോൾ അതിൻ്റെ മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന അതിൻ്റെ ഉടമസ്ഥൻ, അദ്ദേഹത്തിന് ഒരു വിഷമം തോന്നി. ലക്ഷക്കണക്കിന് രൂപയായി അയാൾക്ക്. നടന്നു വന്ന ആളാണ്, കിടന്ന് പോകേണ്ടി വരുന്ന അവസ്ഥയുമാണ്. അദ്ദേഹം ഇദ്ദേഹത്തോട് ചോദിച്ചു, പിന്നെ അങ്ങേക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? അവസാനമായി എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ചെലവിൽ അത് നിർവഹിച്ചു തരാം. എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഒരു സംഗീത പ്രേമിയായി. അദ്ദേഹം പറഞ്ഞു, ഒറ്റ ആഗ്രഹമേ ബാക്കി നിൽക്കുന്നുള്ളൂ. ഈ ലോകം വിട്ട് പോകുന്നതിന് മുമ്പ് ചിരട്ടക്കുളം ശിവന്റെ കച്ചേരി ഒന്ന് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. വളരെ പ്രസിദ്ധനായ സംഗീത വിദ്വാനാണ് ചിരട്ടക്കുളം ശിവൻ. ശിവന്റെ ഒരു കച്ചേരി കേട്ട് കണ്ണടയ്ക്കണമെന്നാണ്. അദ്ദേഹം അത് സമ്മതിച്ചു. അദ്ദേഹം ഇദ്ദേഹത്തെയും ആ വാർഡിലുള്ളവരെയും എല്ലാം, ചിരട്ടക്കുളം ശിവൻ വരുമ്പോൾ ആവശ്യപ്പെട്ട് ഈ പുള്ളിയാണെങ്കിലും ഇയാൾക്ക് വേണ്ടി മാത്രം ഒരു സദസ്സ് സജ്ജീകരിച്ചു. എല്ലാ രോഗികളാണ്. ആ വാർഡിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ചിരട്ടക്കുളത്തിന് കച്ചേരി നടത്താനുള്ള സൗകര്യങ്ങളൊക്കെ കൊടുത്തു. ഇയാളെ കട്ടിലിൽ തന്നെ സ്ട്രെച്ചറിൽ കൊണ്ട് ഫ്രണ്ടിൽ തന്നെ കിടത്തി ചിരട്ടക്കുളം മനോഹരമായിട്ട് കച്ചേരി അവതരിപ്പിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടർ അങ്ങ് മോളിക്കറി പോയി, മാനേജ്മെന്റിന്റെ ഉടമ മോളിക്കറി പോയി. പക്ഷെ കച്ചേരി കഴിഞ്ഞപ്പോൾ ഈ പുള്ളിക്കൊരു പ്രത്യേക ചൈതന്യം. അതാണ് ഈ സംഗീതം എന്ന് പറയുന്നത്. പുള്ളി ഓക്സിജൻ ട്യൂബൊക്കെ സ്വന്തമായിട്ട് മാറ്റി, ട്രിപ്പ് കൊടുത്തൊക്കെ എടുത്ത് മാറ്റി, അതൊക്കെ എഴുന്നേറ്റ് നോക്കി. എഴുന്നേക്കാൻ പറ്റുന്നുണ്ട്. പുള്ളി എഴുന്നേറ്റ് നിന്നു, നിൽക്കാൻ പറ്റുന്നുണ്ട്, നടക്കാൻ പറ്റുന്നുണ്ട്. ഡോക്ടർ എവിടെ? ഇത്രയും വലിയ ഉപകാരം ചെയ്ത ഡോക്ടർ എവിടെ? അദ്ദേഹത്തെ കാണുന്നില്ല. അദ്ദേഹം ഇയാള് പടവുകളൊക്കെ കയറി മോളിൽ ചെന്ന് അദ്ദേഹത്തിന്റെ മുറി ചെല്ലുമ്പോൾ ഡോക്ടർ ഇങ്ങനെ വിഷാദവാനായിട്ടിരിക്കുകയാണ്. അപ്പോ ഇയാൾ ചോദിച്ചു, ഡോക്ടർ ഞാനാണ് രാജപ്പനാണ്, മനസ്സിലായില്ലേ? ഡോക്ടർ ഒന്ന് നോക്കിയിട്ട് വീണ്ടും തല കുനിച്ചു. ഡോക്ടർ, എനിക്ക് നല്ല സുഖമുണ്ട്, ഞാൻ ഓക്സിജൻ ട്യൂബൊക്കെ മാറ്റി, ട്രിപ്പ് മാറ്റി, എല്ലാം മാറ്റി, ഞാൻ നടന്നാണ് കയറി വന്നത്. ഡോക്ടർ ഒന്നുകൂടെ നോക്കിയിട്ട് വീണ്ടും തല കുനിച്ചു. ഡോക്ടർ, എന്താണ് ഒരു സന്തോഷമില്ലാത്തത്? ഡോക്ടർ, എനിക്ക് നല്ല സുഖമുണ്ട്, വളരെ ഭേദമായി, എനിക്ക് നല്ല സുഖമുണ്ട്. എന്താ ഡോക്ടർ ഒന്നും മിണ്ടാത്തത്? ഡോക്ടർ പറഞ്ഞു, അല്ല, ഇയാൾക്ക് സുഖമായ വാർഡിൽ കിടന്ന 11 തട്ടിപ്പോയി, ചിരട്ടക്കുളത്തിന്റെ കച്ചേരി കേട്ടു. അപ്പൊ ഇത് പറഞ്ഞിട്ട് ഉണ്ണിമേശ്വരിയുടെ അവസ്ഥ ആകേണ്ടതാണ്, സംഗീത സദസ്സാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് തോന്നി ചില ആളുകളൊക്കെ പല്ല് ചവിടുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി, വശക്കേടാണെന്ന് തോന്നി. പറഞ്ഞത് തിരിച്ചാണല്ലോ. ഞാൻ പറഞ്ഞു, സംഗീതം ആസ്വദിക്കുവാൻ കഴിയാത്തവന്റെ ശമ്പളം മരണമാണ് എന്ന് ഈ കഥ പറയുന്നു. സംഗീതം ആസ്വദിക്കുവാൻ കഴിയാത്തവന് മരണമാണ് വിധി. അതുകൊണ്ട് സംഗീതം, ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ലല്ലോ. അത് തന്നെ ഞാനിവിടെ ആവർത്തിക്കുന്നു. ബാക്കി എന്നോട് പറഞ്ഞത്, അദ്ദേഹം 2 മാസത്തിനുള്ളിൽ ഈ അസുഖം മാറിയിട്ട് 2 മാസത്തിനുള്ളിൽ മാറിയിട്ട് വരുമെന്നാണ് അദ്ദേഹം പറയും. അദ്ദേഹം നന്നായിട്ട് പാടുകയും ഈ അടുത്ത കാലത്താണ് ഇദ്ദേഹത്തിന് ഇത്രയധികം സംഗീത വാസനയുണ്ട്, കച്ചേരി നടത്തുന്നതിലുള്ള സിദ്ധി വൈഭവങ്ങളുണ്ട് എന്നൊക്കെ അറിയുന്നു. ആ തരത്തിൽ ഒരു പ്രോഗ്രാം ഇതിനെ തുടർന്ന് ഇതിൻ്റെ 2ാം ഭാഗം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്തിനെക്കുറിച്ചാണ് പറയേണ്ടതെന്നുള്ള ഒരു സംശയമുണ്ട്. കാരണം ഇത് സീനിയേഴ്സ് ഫോറമാണ്, ചില ജൂനിയേഴ്സിനെയും കാണുന്നുണ്ട്. പലരും ജൂനിയേഴ്സ് പോലെ തോന്നുന്നുള്ളൂ. എങ്കിലും ഈ ജീവിതത്തിലെ ഏറ്റവും പുഷ്കലമായ കാലം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ 2ാം പകുതിയാണ്. 1ാമത്തെ പകുതിയല്ല. 1ാമത്തെ പകുതി ടെൻഷൻ നിറഞ്ഞതാണ്. 1ാമത്തെ പകുതിയിലെ ഉത്തരവാദിത്വങ്ങളും ജോലിഭാരങ്ങളും, അല്ലേ, നമ്മളിങ്ങനെ നെട്ടോട്ടമാണ്. റിട്ടയർമെന്റ് കഴിയുമ്പോഴാണ് നമ്മളൊന്ന് ഫ്രീ ആകുന്നത്. പിന്നെയാണ് ജീവിതം ആസ്വദിക്കുന്നത്.
പിന്നെയാണ് ജീവിതം സാർത്ഥകം ആക്കേണ്ടത്. റിട്ടയർമെന്റ് കഴിഞ്ഞ് ഈ വിധത്തിൽ മാനസികാവസ്ഥ രൂപപ്പെടുത്തിയില്ല എങ്കിൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മൾ വല്ലാതെ ഡിപ്രസ്ഡ് ആയിപ്പോയി. റിട്ടയർഡ് ലൈഫ് റിട്ടാർഡഡ് ലൈഫായിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾ സെക്രട്ടേറിയറ്റിൽ ഒരിക്കൽ ഈ റിട്ടയർ ചെയ്യുമ്പോൾ വലിയ പാർട്ടിയൊക്കെ ഉണ്ടാവും, ചടങ്ങുണ്ടാവും. ജീവിതത്തിൽ ഒരിക്കലും പ്രസംഗിക്കാത്തവർ അന്ന് പ്രസംഗിക്കും. അപ്പോൾ പ്രസംഗിക്കണ്ടെന്ന് വിചാരിച്ചാൽ അവരെ നിർബന്ധിച്ച് ഇനി അടുത്തതായിട്ട് അണ്ടർ സെക്രട്ടറി വേണുഗോപാൽ സാർ 2 വാക്ക് പറയും. വേണുഗോപാൽ ജീവിതത്തിൽ മൈക്കിൻ്റെ മുമ്പിൽ വന്നിട്ടില്ല. അദ്ദേഹം അപ്പം തന്നെ മഹാബലിയുടെ കണക്ക് ഭൂമിക്ക് അടിയിലോട്ട് പോയാലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാർ വരണം, 2 വാക്ക് പറയണം. അങ്ങനെ ഒരിക്കൽ ഞങ്ങളുടെ സെക്രട്ടറിയിൽ ഒരു വേണുഗോപാലിനെ വിളിച്ചു. അദ്ദേഹം വന്നിട്ട് പുള്ളി ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു. പുള്ളി ആദ്യം തന്നെ പറഞ്ഞത് ഇങ്ങനെയാണ്: റിട്ടയർമെന്റ്, ആൾ വിചാരിച്ച് മലയാളത്തിലാണ് പറയുന്നത്, റിട്ടയർമെന്റ് ഈസ് ദി, ഇംഗ്ലീഷിലാണ്, ഈസ് ദി ഫസ്റ്റ് ഡെത്ത് ഇൻ ലൈഫ് എന്ന്. അങ്ങനെ തന്നെ പറഞ്ഞു. ആദ്യത്തെ മരണമാണ് റിട്ടയർമെന്റ്. അങ്ങനെയല്ല, റിട്ടയർമെന്റ് ഒരു പുനർജന്മമാണ്. അപ്പോൾ നമ്മൾ ഈ ജീവിതത്തിൽ നമ്മൾ പലരുടെയും മഹാന്മാരുടെ പ്രഗത്ഭന്മാരുടെ ഒക്കെ ജീവിതം പരിശോധിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ 60 വയസ്സിനോ അല്ലെങ്കിൽ 50 വയസ്സിനോ ശേഷമുള്ള നാളുകളിലാണ് അവർ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവായതും ഏറ്റവും അധികം പോപ്പുലറായതും ഏറ്റവും അധികം ജീവിതം ധന്യമാക്കിയത്. ഞാൻ ഒരുപാട് ഉദാഹരണങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മുടെ പ്രധാനമന്ത്രി, അദ്ദേഹത്തിന് 60 വയസ്സിന് മുമ്പിൽ അല്ലെങ്കിൽ 50 വയസ്സിന് മുമ്പേ എല്ലാവരും അറിയുമായിരുന്നു. അങ്ങനെ എത്രയോ പേരാണ്, ഈ ശ്രീധരൻ ഉൾപ്പെടെ, നമ്മുടെ VS അച്യുതാനന്ദൻ ഉൾപ്പെടെ, ഇവരെല്ലാം ജീവിതത്തിൽ പ്രോജ്വലമായ ആകാശങ്ങളിലേക്ക് ചെല്ലുന്നത് ഈ 2ാം പകുതിയിലാണ്. അതുകൊണ്ട് 2ാം പകുതിയെ നമ്മൾ കൂടുതൽ സാർത്ഥകമാക്കും. എങ്ങനെയാണ് സാർത്ഥകമാക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, പലരും റിട്ടയർമെന്റ് കഴിഞ്ഞ് പിന്നെ ഒരു ജോലിക്ക് പോകും. അത് ഒരു ആരോഗ്യകരമായ പ്രവണതയല്ല. അതായത് MA ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ 8ാം ക്ലാസ്സിൽ പോയിരിക്കുന്ന പോലെയൊക്കെയാണ് എൻ്റെ സ്ഥിതി എന്ന് ഞാൻ പറയേണ്ടല്ലോ. മറ്റു ചിലരുണ്ട്, അവർ നേരത്തെ തന്നെ കരുതിക്കൂട്ടിയാണ് ജീവിച്ചത്. എന്തോ ചെയ്തത്, അവർ കരുതിക്കൂട്ടി LLB എടുത്തു. LLB നേരത്തെ എടുത്തു. പിന്നെ ഒരു ദിവസം റിട്ടയർ ചെയ്യുമല്ലോ, പിറ്റൊന്ന് തന്നെ എൻറോൾ ചെയ്തു. വലിയ പിന്നെ അഡ്വക്കേറ്റാണ്. അഡ്വക്കേറ്റ് സോമപ്രസാദ്, രവീന്ദ്രൻ, സുധീഷ് എന്നൊക്കെ പറഞ്ഞ ഒരു വെയിറ്റ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു അഡ്വക്കേറ്റ് അടുത്ത് ഞാൻ കഴിഞ്ഞ ദിവസം, പഴയൊരു സുഹൃത്താണ്, സെക്രട്ടറി സുഹൃത്താണ്, ഇപ്പൊ അഡ്വക്കേറ്റാണ്, അദ്ദേഹത്തോട് ചോദിച്ചു, ഇന്ന് കോടതിയിൽ പോകുന്നില്ലേ? ഇനിയിപ്പോ നേരെ കോടതിയിലോട്ടായിരിക്കും. ഇല്ല, ഇന്ന് എനിക്കൊരു കല്യാണമാണ്. ശരി, അപ്പൊ നാളെ പോകുന്നുള്ളൂ. നാളെയും പോകുന്നില്ല. എന്താ? നാളെ ഒരു സഞ്ചാന്യമുണ്ട്. ശരി. മറ്റന്നാളോ? മറ്റന്നാൾ പാല് കാച്ച്, മറ്റവന്റെ പാല് കാച്ച്. അത് കഴിഞ്ഞ് ശ്രീമതി ഒരു തെരണ്ടുപുളിയെ കുറിച്ച് പറയുന്നുണ്ട് വെള്ളിയാഴ്ച. അത് ഈ ശനിയാഴ്ച സെക്കൻഡ് സൺഡേയാണോ? അല്ല, എന്നാ അന്ന് പോകുന്നു. കാര്യം ഇതൊരു വിലാസമാണ്, ഇതൊരു ടൈറ്റിലാണ്. അങ്ങനല്ല, നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് മേഖലകളുണ്ട്. നമ്മൾ അനുവർത്തിച്ച മേഖല എന്ന് പറയുന്നത് നമ്മുടെ ജീവിതായോധനത്തിന് വേണ്ടി അനുവർത്തിച്ച മേഖലയാണ്. അതല്ലാതെ പാടാനുള്ള വാസനയുള്ളവരുണ്ട്, അല്ലെങ്കിൽ സാമൂഹ്യ സേവനത്തിനുള്ള വാസനയുള്ളവരുണ്ട്. ഈ സാമൂഹ്യ സേവനത്തിന് വാസന ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ തന്നെ ചെറിയ അതിൻ്റെ ചലനങ്ങളൊക്കെ ഉണ്ടാക്കണം. അല്ലാതെ റിട്ടയർമെന്റ് വരെ ആരുമായിട്ട് ഒരു ബന്ധമില്ലാതെ കാർപ്പറ്റ് ടു കാർ എന്ന മട്ടിൽ കാർ കൊണ്ട് നിർത്തുകയും മൊബൈലിൽ നോക്കിക്കൊണ്ട് കയറുകയും, ഇപ്പം അതിനൊരു സൗകര്യമുണ്ട്. ആരെയും മുഖത്ത് നോക്കാതിരിക്കാൻ ഈ മൊബൈലിൽ നോക്കിയാൽ മതി. ഇപ്പം സെക്രട്ടറിയിലൊക്കെ അതുപോലെ പലയിടത്തും ലിഫ്റ്റിൽ എല്ലാവരും കയറുമല്ലോ. മേലുദ്യോഗസ്ഥരും കയറും, വലിയ ഉദ്യോഗസ്ഥരും ലിഫ്റ്റിൽ കയറി. അപ്പോൾ കുറെ ചെറിയ ഉദ്യോഗസ്ഥർ നിൽക്കുന്നു. അവരെന്ത് ചെയ്യുമെന്നറിയോ? മൊബൈൽ ഓൺ ചെയ്യും, മൊബൈലിൽ നോക്കി നിൽക്കും. ഇപ്പൊ ഈ പാവങ്ങള് കിടന്ന് വിളിക്കുന്നുണ്ട്, ഗുഡ് മോർണിംഗ് സാർ, ഗുഡ് മോർണിംഗ് മാഡം. കേൾക്കുന്നില്ല, അങ്ങോട്ട് നോക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഇതൊരു യന്ത്രമല്ലേ? ഈ യന്ത്രം അവിചാരിതമായി നിലച്ചു പോയാൽ ഇവരെന്ത് ചെയ്യും? ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ജീവിതം സ്നേഹത്തിൻ്റെയും അനുതാപത്തിൻ്റെയും സമസൃഷ്ടി പ്രണയത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഒക്കെ ഒരു അനുരണനങ്ങൾ ഉണ്ടാക്കുന്ന, അതിൻ്റെ പരാഗരേണുക്കൾ വീശുന്ന ഒന്നായിരിക്കണം
ജീവിതം. അപ്പൊ അങ്ങനെയൊക്കെ പോയ ഒരാൾ റിട്ടയർമെന്റിന് ശേഷം എവിടെയാ സേവനം ചെയ്യുന്നത്? റെസിഡൻസ് അസോസിയേഷനിൽ ചേർന്നു. റെസിഡൻസ് അസോസിയേഷൻ ചേർന്ന പാടെ പ്രസിഡന്റാക്കി. പ്രസിഡന്റ് ആയ പാടെ പിരിവിനും ഇറങ്ങി. അപ്പോ അസോസിയേഷൻ ചില പരിപാടികളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന് ഒരു സംഭാവന തരണം. അയാൾ മനസ്സിൽ പറയുന്ന വാചകങ്ങൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, ഞാനായിട്ട് പറയണ്ടല്ലോ. അപ്പൊ ഈ സേവനം എന്ന് പറയുന്നത് ജീവിതത്തെ ധന്യമാക്കാൻ ഉള്ളതാണെങ്കിലും അത് നമ്മൾ ജീവിതത്തിന്റെ നേരെ മുമ്പേ ഉള്ള ഘട്ടത്തിലെ ആരംഭിക്കണം എന്നുള്ളതാണ് ശരി. നമുക്ക് ഒരാളെ സഹായിക്കാൻ ഒരു കാരണം കണ്ടെത്താൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കാര്യം. അയാളെ സഹായിക്കാതിരിക്കാൻ 1000 കാരണങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കെ ഒരു കാരണം കണ്ടെത്തി നമ്മൾ അയാളെ സ്നേഹിക്കുക. കാരണം ജീവിതം എന്ന് പറയുന്നത് വളരെ ഹ്രസ്വമാണ്. ജീവിതത്തെക്കുറിച്ച് ഒരുപാട് നിർവചനങ്ങൾ ഉണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിർവചനം ചങ്ങമ്പുഴയുടെ നിർവചനം തന്നെയാണ്. ജീവിതത്തെക്കുറിച്ച് ഒരുപാട് നിർവചനങ്ങളുണ്ട്, നമുക്കറിയാം. വിദേശ നിർവചനങ്ങളുണ്ട്, സ്വദേശ നിർവചനങ്ങളുണ്ട്. എനിക്കിഷ്ടപ്പെട്ട നിർവചനം നാലാങ്കലിൻ്റെതാണ്. അദ്ദേഹം പറഞ്ഞത്, ജീവിതം എന്നാൽ ജനന മരണമാം തീവണ്ടി യാത്രയ്ക്കിടയ്ക്കുള്ള വേളയാം. ജനനം എന്ന സ്റ്റോപ്പിൽ നിന്ന് നമ്മൾ കയറുന്നു, മരണം എന്ന സ്റ്റോപ്പിൽ ചെന്ന് ഇറങ്ങുന്നു. ഇതിനിടയ്ക്ക് പലയിടത്തും വണ്ടി നിർത്തുന്നുണ്ട്, പലരും കയറി വരുന്നുണ്ട്, പോകുന്നുണ്ട്. ഇണക്കങ്ങളുടെയും പിണക്കങ്ങളുടെയും പരിഭവങ്ങളുടെയും പരിദേവനങ്ങളുടെയും എല്ലാം ഒരു ആകത്തുകയാണ് ജീവിതം. പക്ഷെ ചങ്ങമ്പുഴ പറഞ്ഞത് എന്താണ് ജീവിതം? ജീവിതത്തെക്കുറിച്ച് ശ്രീകുമാരൻ തമ്പി പറഞ്ഞത് ചെറിയ കാര്യമല്ല. അത് അദ്ദേഹം കവിതയിലല്ല, പാട്ടിലാണ്. സുഖമൊരു ബിന്ദു, ദുഃഖമൊരു ബിന്ദു, ഈ ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്ക് ഒരു പെൻഡുലം ആടുന്നു. പുള്ളി എഞ്ചിനീയറാണ്. പെൻഡുലം വെച്ചാണ് ജീവിതത്തെ അളന്നത്. അത് ജീവിതം. പക്ഷെ ചങ്ങമ്പുഴ പറഞ്ഞത് എന്താണ് ജീവിതം? സംഗീത തുന്തിലം നൈമിഷികോജ്വലം, പിന്നെയോ ശൂന്യം, പരമശൂന്യം. അതാണ് ജീവിതം. കുറച്ചു കാലമേ ഉള്ളൂ. ഒരു വളപ്പട്ട് പോലെ, വളകിലുക്കം പോലെ വളരെ സുലഭിലമായ സൗകുമാര്യങ്ങൾ നിറഞ്ഞ സുഗന്ധപൂരിതമായ ഹ്രസ്വകാലമാണ് ജീവിതം. വെറുതെ മർത്യൻ മതിക്കുന്നത് എന്തിനാണ് എന്നും കവി ചോദിക്കും. വെറുതെ മർത്യൻ മതിക്കുന്നത് എന്തിനാണ്? ഒരു പിടി വെറും പാഴ്മണലല്ലി നീ. ഒരു ദിനം നിന്റെ കണ്ണൊന്നടയുകിൽ അത് മതി ലോകം നിന്നെ മറക്കുവാൻ. അല്ലേ? നമ്മൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാലും ഈ ക്ലബ്ബ് ഇവിടെ ഉണ്ടാവും, ഈ ആഘോഷങ്ങൾ ഇവിടെ ഉണ്ടാവും, നമ്മുടെ നഗരം ഇവിടെ ഉണ്ടാവും. നടക്കാൻ പോകുന്നവർ നടക്കാൻ പോയിക്കൊണ്ടിരിക്കും, മ്യൂസിയത്തിൽ നിറച്ച് ആൾക്കൂട്ടമായിരിക്കും. ലോകത്തെല്ലാം അതേപോലെ തുടരും. ആര് മാത്രമില്ല? നമ്മൾ മാത്രമില്ല. അത് തിരിച്ചറിയുന്നത്. അപ്പൊ ജീവിതത്തെ നമ്മൾ ധന്യമാക്കണം. കേരളകൗമുദിയിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പങ്ക്തി ഉണ്ടായിരുന്നു ദിനപത്രത്തിൽ. ആ പങ്ക്തിയുടെ പേര് ജീവിതം ധന്യമാക്കിയവർ. ധാരാളം ആളുകളെ കുറിച്ച് വരുന്നുണ്ട്. ജീവിതം ധന്യമാക്കിയവർ, തർക്കമില്ലാതെ ജീവിതം ധന്യമാക്കിയവർ. അവരുടെ വിവരങ്ങളാണത്, അവരുടെ ഫോട്ടോയൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ നമ്മുടെ ഒരു സാഹിത്യകാരൻ, മുതിർന്ന ഒരു സാഹിത്യകാരൻ, ഡോക്ടറേറ്റൊക്കെ ഉള്ള ആൾ, അദ്ദേഹം ഇത് തയ്യാറാക്കി. അതായത് അദ്ദേഹത്തിൻ്റെ ജീവിതം ധന്യമാണെന്നുള്ളത് തെളിയിച്ചുകൊണ്ടുള്ള ഫോട്ടോഗ്രാഫുകളുമൊക്കെ എഴുതി പത്രാധിപരുടെ കൊണ്ട് കൊടുത്തു. ജീവിതം ധന്യമാക്കിയവർ എന്ന കോളത്തിൽ വരാനുള്ളതാണ് എന്ന് പറഞ്ഞു. ഇദ്ദേഹം വാങ്ങിച്ചു വെച്ചു. ശരി. ഇദ്ദേഹം പിറ്റേന്ന് മുതൽ പത്രം നോക്കുകയാണ്. വേറെ പലരുടെയൊക്കെ വരുന്നു. ഒരാഴ്ച സഹിച്ചിരുന്നു. അടുത്ത ദിവസം വീണ്ടും പോയി വേറൊന്ന് കൊണ്ടുപോയി. ഒരുപാട് കോപ്പി എടുത്തായിരുന്നു. കൊണ്ടുപോയി ഇദ്ദേഹത്തിൻ്റെ തന്നെ കൊടുത്തു. മറ്റേത് വന്നില്ല കേട്ടോ. അത് കൊടുക്കാം. അല്ല, ഞാൻ വേറൊന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, ചിലപ്പോൾ മിസ് ചെയ്തെങ്കിലോ. അങ്ങനെ 4 തവണ കൊടുത്തു. ആലോചിച്ച് നോക്കണം. വന്നില്ല. അദ്ദേഹം പിന്തിരിയാൻ തയ്യാറല്ല. അദ്ദേഹം ആലോചിച്ചപ്പോൾ ഈ പത്രത്തിൻ്റെ എം ഡിയുടെ അച്ഛൻ ഇദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്താണ്. എം ഡിയുടെ വലിയച്ഛനെയും പരിചയമുണ്ട്. എം ഡിയെ തന്നെ പോയി കണ്ടു. കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിനെല്ലാം മനസ്സിലായി. ചായയൊക്കെ കൊടുക്കാനായിട്ട് ഏർപ്പാട് ചെയ്തു. സംസാരിച്ചിരിക്കുക. എന്താ വന്നതെന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു, ഒരു സങ്കടമുണ്ട്, ഒരു പരാതി പറയാനുണ്ട്. ഇവിടെ ജീവിതം ധന്യമാക്കിയവർ എന്നുള്ള കോളത്തിൽ ഞാൻ 4 തവണ കൊടുത്തായിരുന്നു. അതിൻ്റെ എഡിറ്ററെ കണ്ടു കൊടുത്തായിരുന്നു. അത് വന്നില്ല.
അപ്പോൾ അതാ ഞാൻ വന്ന്, അയ്യോ അങ്ങനെയായിരുന്നു, ഞാനിപ്പോൾ വിളിക്കാം, അല്ല ഞാൻ വേറെ ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, ഇതങ്ങ് കൊടുത്ത് നാളത്തെ പേപ്പറിൽ തന്നെ പറ്റുമെങ്കിൽ. പുള്ളിക്ക് ഒരു വിഷമം തോന്നി. പുള്ളി ബെല്ലടിച്ചു, എഡിറ്റർ വരാൻ പറഞ്ഞു. എഡിറ്റർ വന്നു, ഇരിക്കാൻ പറഞ്ഞു, ഇരുന്നു. ഇദ്ദേഹത്തെ അറിയാമോ? അറിയാം, ഇവിടെ എപ്പോഴും വരുന്ന ആളാണ്. അദ്ദേഹം നമുക്ക് വേണ്ടപ്പെട്ട ആളാണ്. അദ്ദേഹം ഒരു സാധനം തന്നിട്ട് കൊടുത്തില്ല എന്ന് പറയുന്നു. ഇത് സാധനമല്ല, അത് പിന്നെ ജീവിതം ധന്യമാക്കിയവർ എന്ന കോളത്തിൽ കൊടുക്കാനുള്ള മാറ്ററാണ് തന്നത്. 4 തവണ തന്നു. ഇയാളിടയ്ക്ക് കയറി 4 തവണ. പുള്ളി പറഞ്ഞല്ല 5 തവണ. എൻ്റെ ഉണ്ട്, 5 ഉണ്ട്. അതൊന്ന് കൊടുക്കണം കേട്ടോ. ആര് പറയുന്നു? MD പറയുന്നു, അതൊന്ന് കൊടുക്കണം കേട്ടോ. അപ്പോൾ പുള്ളി പറഞ്ഞാൽ അത് കൊടുക്കാൻ പറ്റില്ല സാർ, അത് കൊടുക്കാൻ പറ്റില്ല. എന്താ? അത് ജീവിതം ധന്യമാക്കിയവരെ കുറിച്ചുള്ള കോളമാണ്. ഇദ്ദേഹത്തിൻ്റെ കൊടുക്കാൻ പറ്റില്ല. MDക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ ജീവിതം ധന്യമാണെന്ന് അദ്ദേഹം പറയുന്നു, നിങ്ങൾക്ക് എന്താ പ്രശ്നം? അല്ല സാർ, അദ്ദേഹത്തിൻ്റെ ജീവിതം ധന്യമല്ല. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എങ്കിൽ അദ്ദേഹം 5 തവണ ഇവിടെ കൊണ്ട് തരില്ലായിരുന്നു. നമ്മൾ ബാക്കി കൊടുത്തവരുടെയൊക്കെ വീടുകളിൽ നമ്മുടെ പുതിയ ജേർണലിസ്റ്റുകളെ അയച്ച് അവരുടെ സമയം നോക്കി പോയി എഴുതിയെടുത്ത് 1 മാസത്തെ ശ്രമം കൊണ്ടാണ് അത് തയ്യാറാക്കുന്നത്. ഇദ്ദേഹം 5 തവണ കൊണ്ടുവന്നിരിക്കുന്നു. ഇദ്ദേഹം ജീവിതം ധാന്യമാക്കിയ ആളാണെന്നാണ് തോന്നുന്നത്, ധന്യമല്ല. ജീവിതം ധന്യമാക്കുന്നത്, ലോകം തിരിച്ചറിയുന്നത് നമ്മുടെ ചെയ്തികളിലൂടെയാണ്, നമ്മുടെ പ്രവൃത്തികളിലൂടെയാണ്. ഞാൻ സംസാരം തുടങ്ങിയിട്ട് ഏതാണ്ട് 25 മിനിറ്റോളം ആകുന്നു. അപ്പോൾ അതിൽ കൂടെ എന്നോട് 15 മിനിറ്റ് സംസാരിക്കാനാണ് പറഞ്ഞത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാൻ 10 മിനിറ്റ് കൂടെ എടുത്തിട്ട് നിൽക്കുകയാണ്. എന്തായാലും ഇതിനു മുമ്പും ഞാൻ ഈ സീനിയേഴ്സ് ഫോറത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു 9 തവണയാണ്. 9 കൊല്ലത്തിന് മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും 9 തവണ വന്ന ഒരു പ്രതീതിയാണ് എനിക്ക്. പക്ഷെ അതിനേക്കാളും വളരെ സുപ്രസന്നമായ ഒരു സദസ്സാണിത്. അന്ന് നമ്മൾ മുകളിലായിരുന്നു. അതിനേക്കാളും വെളിച്ചമുണ്ട്, ആളുകളുടെ മുഖത്തും വെളിച്ചമുണ്ട്. വളരെ ആവേശപൂർവ്വം എല്ലാവരും ഇരിക്കുന്നു. നമ്മുടെ ഈ ജീവിതത്തിൻ്റെ ശിഷ്ടകാലം നിങ്ങൾ വിശിഷ്ടമാക്കുക, നിങ്ങൾ സമ്പുഷ്ടമാക്കുക, നിങ്ങൾ പരിപുഷ്ടമാക്കുക, നിങ്ങൾ അത് ശ്രേഷ്ഠമാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് അവിചാരിതമായി കിട്ടിയ ഈ അവസരത്തിന് ഇതിൻ്റെ ഭാരവാഹികളോടും പ്രിയപ്പെട്ട ശ്രീ സേതുനാഥിനോട്, അത് ഇതിൻ്റെ സുഖം പോകും അല്ല, അതുകൊണ്ട് വേണമെങ്കിൽ മതിയല്ലോ, ആകട്ടെ അല്ലേ. ഇതുപോലെയുള്ള ഒരു ഓഡിയൻസിൻ്റെ ആ ഒരു രസം കെടുത്താനുള്ള ഒരു പ്രയാസമുണ്ടാണ്. രതിനീ പിണങ്ങി പിണങ്ങിയൻ ജീവന്റെ ഹരിതമോഹങ്ങളെ പണയമായി വാങ്ങിയോ. ഒരു ഭർത്താവ് തൻ്റെ സഹയാത്രികയായ പ്രിയതമയായ സ്ത്രീയെ ഒരാശുപത്രിയിൽ അത്യാസന്ന നിലയിൽ കിടക്കുമ്പോൾ ഉറങ്ങാതെ അവളെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് പിറ്റേ ദിവസം വളരെ ക്രിട്ടിക്കലായ നിർണായകമായ ഒരു സർജറിക്ക് വിധേയയാക്കുന്നു. ഡോക്ടർ പറയുന്നത് 5% ഹോപ്പുള്ളൂ എന്നാണ്. ആ 5% ഹോപ്പിൽ 100% അർപ്പിച്ച് അദ്ദേഹം ഏതാനും നാഴികകൾ കൂടി തള്ളി നീക്കുകയാണ്. അവൾ ഏതാണ്ട് അബോധാവസ്ഥയിലാണ്, സെഡേഷനിലാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ഈ പെൺകുട്ടി, ഈ സ്ത്രീ ആരാണ്? കൗമാരത്തിലെ കാമുകിയാണ്, പഴയ കൗമാരത്തിലെ കാമുകിയാണ്. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഇവൾ കൗമാരത്തിലെ കൂട്ടുകാരിയായിരുന്നു, പിന്നെ അത് കഴിഞ്ഞപ്പോൾ കാമുകിയായി, അവൾ തന്നെ ജീവിത സഖിയും ആവുകയാണ്. പ്രണയിച്ചു തീർന്നിട്ടില്ല, അവൾ ഈ അവസ്ഥയിലാണ്. രതിനീ പിണങ്ങി പിണങ്ങിയൻ ജീവന്റെ ഹരിതമോഹങ്ങളെ പണയമായി വാങ്ങിയോ. രതിനീ ഇണങ്ങിയൻ പ്രാണബിന്ദുക്കളിൽ പനി പിടിപ്പിച്ചിട്ടുറക്കെ ചിരിച്ചവൾ. പറയൂ മനസ്സിൻ്റെ റാണി, മടിക്കാതെ പറയൂ, നിനക്കെന്റെ കവിത കഴിക്കുന്നു. പറയൂ മനസ്സിൻ്റെ രാജ്ഞി, മറയ്ക്കാതെ പറയൂ,
നിനക്കെൻ്റെ പ്രണയം മുഷിഞ്ഞു. ഇതിൽ ചില ഭാഗങ്ങൾ മാത്രം പറഞ്ഞു പോകാം. അവളുടെ കൗമാരത്തിൽ 100 രതിവർണ്ണ ചിത്രങ്ങൾ മനസ്സിൻ്റെ അഴികളിൽ തൂക്കുന്ന കാലം. സന്ധ്യയ്ക്കു ഋതുവിൻ്റെ തൊടികളിൽ വന്നു നീ സൗന്ദര്യമായി നിന്ന കാലം. കരളിലും കനവിലും നനവിലും 1000 മോഹങ്ങൾ പൂക്കുന്ന കാലം. നെറികെട്ട പ്രായം രതി നീലമുല്ലകൾ പൂക്കുന്ന കാലം. 1 കോടി നക്ഷത്രം ഒരുപോലെ നമ്മളെ കളിയാക്കി നിൽക്കുന്ന കാലം. അത് കഴിഞ്ഞ് യൗവനത്തിലേക്കൊക്കെ കടന്നതിന് ശേഷം അയാൾ പറയുന്നു, നീ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാമായിരുന്നു. വിധി എൻ്റെ പന്ഥാവിൽ അറിയാതുപേക്ഷിച്ച നിറവിൻ്റെ നിധി നീ, മനസ്സിൻ തപസ്വിനി. ഇല്ല നീ എന്നെ തുണയ്ക്കാൻ വരില്ലിനി, ഹൃത്തിൻ വിഷാദങ്ങളൊപ്പാൻ വരില്ലിനി. ഇല്ലൻ മനസ്സിൻ്റെ ശൂന്യപാത്രങ്ങളിൽ തീർത്ഥ ബിന്ദുക്കളിറ്റിക്കാൻ വരില്ലിനി. പിറ്റേന്നായി അവളെ സർജറിക്ക് കൊണ്ടുപോകുന്നു. ഇയാൾ കൂടെ പോകുന്നു. വഴികൾ ഭിന്നിക്കയാണിവിടെ വെച്ചാതിരേ. സർജറി മുറിയിലേക്ക് സ്ട്രെച്ചർ തിരിയുമ്പോൾ നമുക്ക് കൂടെ പോകാൻ പറ്റില്ലല്ലോ. വഴികൾ ഭിന്നിക്കയാണിവിടെ വെച്ചാതിരേ. കരയാതെ പതറാതെ ഇടറാതെ പോവുക. ഇനി നീ തനിച്ചാണു പ്രണയിനി, ഇനി നീ തനിച്ചാണു പ്രണയിനി. ശേഷിച്ച നിമിഷങ്ങളിൽ വന്നു ശല്യമാവില്ല ഞാൻ. രതിനി പിണങ്ങിയൻ ജീവന്റെ ഹരിതമോഹങ്ങളെ പണയമായി വാങ്ങിയോ. രതിനി ഇണങ്ങിയൻ പ്രാണബിന്ദുക്കളിൽ പനി പിടിപ്പിച്ചിട്ടുറങ്ങാൻ കിടക്കുവോൾ. പറയൂ മനസ്സിൻ്റെ ദേവി, മടിക്കാതെ പറയൂ, നിനക്കെൻ്റെ കഥകൾ കഴിക്കുന്നുവോ. പറയൂ മനസ്സിൻ്റെ രാജ്ഞി, മറയ്ക്കാതെ പറയൂ, നിനക്കെൻ്റെ മുഖവും മുഷിഞ്ഞു. ഈ കവിതയോടെ ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്കെൻ്റെ നമസ്കാരം. നമ്മളുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി ശ്രീ സുദർശൻ, സ്നേഹം നിറഞ്ഞ സീനിയർ ക്ലബിലെ അംഗങ്ങളെ, സുഹൃത്തുക്കളെ, ശ്രീജിത്തിന് വരാൻ പറ്റിയിരുന്നെങ്കിൽ ശ്രീമാൻ സുദർശൻ്റെ ഈ പ്രഭാഷണം കേൾക്കാൻ നമുക്ക് യോഗം ഉണ്ടാവുമായിരുന്നു. ഇല്ലായിരുന്നു. കഴിഞ്ഞ കൊല്ലം 10 കൊല്ലത്തിന് മുമ്പ് 9 കൊല്ലത്തിന് മുമ്പ് ഞാൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അന്ന് സീനിയർ ഫോറത്തിൻ്റെ സെക്രട്ടറിയും നമ്മുടെ ക്യാപ്റ്റൻ നായർ സാർ പ്രസിഡന്റുമായിരുന്നു. അന്നും ഇതുപോലെ അദ്ദേഹത്തിനെ തന്നെ പ്രഭാഷണത്തിന് വിളിക്കുകയും അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ നമുക്കെല്ലാം കേൾക്കാൻ ആസ്വാദകരമായ ഒരു പ്രഭാഷണം നടത്തി ഇനിയും വിളിക്കണം എന്നുള്ള അഭ്യർത്ഥന ഇന്നിരിക്കുന്ന 1-2 സുഹൃത്തുക്കളെന്ന് പറയുകയുണ്ടായി. നിമിത്തമായിരിക്കാം ഇത്.